Hi friends, ഇന്നൊരു 4 മണി പലഹാരം ആയാലോ. അതായത് കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ചരുവ എടുത്തിട്ട് അതിനകത്തോട്ട് ഏകദേശം ഒരു അര കപ്പോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് അര കപ്പ് ശർക്കരപ്പാനി, നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയത്തില്ല, അത് മിക്സ് ചെയ്ത് വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല, നമുക്ക് പുഴുങ്ങി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ ഇതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ഇപ്പോൾ ഏലക്കാപ്പൊടിയും നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു ആ സീസണിങ്സിന് വേണ്ടിയിട്ട്. പിന്നെ അരിപ്പൊടി, നല്ല റോസ്റ്റ് ചെയ്ത അരിപ്പൊടി, പൊടിച്ചെടുത്ത അരിപ്പൊടി. അപ്പോൾ അതും നമ്മൾ ക്വാണ്ടിറ്റി കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കതിൻ്റെ ഫൈനൽ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കാനായിട്ട്. അപ്പോൾ എല്ലാം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ലാസ്റ്റ് എല്ലാവരും അതിൻ്റെ മധുരമൊക്കെ ചെക്ക് ചെയ്യുക. ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം മധുരം ആഡ് ചെയ്താൽ മതി. ഇത് ഒത്തിരി മധുരമുള്ളൊരു ഡിഷല്ല. എന്നാൽ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് ഇതിന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ഈ അപ്പത്തിന്. പിന്നെ അത് വളരെ തിന്നായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, ഒത്തിരി കട്ടിയിലല്ല ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പം എൻ്റെ ചെറുപ്പകാലത്തിലോട്ട് ഞാൻ പോവുകയാണ്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മയും മണിയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ഡിഷാണിത്, കിണ്ണത്തപ്പം, ശർക്കരയിലുള്ള കിണ്ണത്തപ്പം. ഇനി ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കഴിയുന്നവരെ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ യോജിപ്പിച്ചു. അപ്പോൾ അതേ നോക്കുക, അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അതായത് ദോശമാവിൻ്റെ ഏകദേശം കുറച്ചും കൂടെ നീണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഒരു ചെറിയ അപ്പത്തിനെ ഉണ്ടാക്കുന്നുള്ളൂ, അധികം ക്വാണ്ടിറ്റി ഇല്ല. ആ അളവാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ പച്ചനെ തന്നെ ഇടാം. അതാണ് ഇതിൻ്റെ ഗുണം. ഒന്നും നെയ്യിൽ വറക്കൊന്നും വേണ്ട. അത് വെന്ത് വരുമ്പം ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഈ അപ്പത്തിന് കിട്ടും. അതാണ്. അപ്പോൾ വേറെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല. തേങ്ങാപ്പാലും അരിപ്പൊടിയും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് കടിക്കാനായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എടുക്കാം. അപ്പോൾ ശർക്കര കിണ്ണത്തപ്പത്തിന് ഞാനൊരു ചെറിയ പ്ലേറ്റ്, ആ ചെറിയ പ്ലേറ്റിൽ കുറച്ചൊരു നെയ്മയം പുരട്ടിയിട്ട് നമുക്ക് അപ്പച്ചെമ്പിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ബാറ്റർ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെയും ഒരു അരമണിക്കൂറോളം എടുക്കും. ഇതും നല്ല കളറായിട്ടുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇതിന്. ആ ശർക്കരയുടെ കളറാണ്, നല്ല ഡാർക്ക് ശർക്കരയായിരുന്നു. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ അവിടെ ഇവിടെ കിടക്കുന്ന അത് വെന്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിനൊന്ന് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടെ. ഇപ്പോൾ ആവിയും വന്നു തുടങ്ങി. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആവിയിലോട്ട് വെക്കണം, എന്നാലേ അത് ആ അണ്ടിപ്പരിപ്പൊക്കെ കണ്ടോ ഇങ്ങനെ മുകളിൽ നിൽക്കുകയുള്ളൂ. ഇത് ഒരു 20 to 30 മിനിറ്റ്സ് കൊണ്ട് നമുക്കിതിന് ആവിയിൽ പുഴുങ്ങി എടുക്കാം. നല്ല ഒരു കിണ്ണത്തപ്പം കുക്കായി വന്നിട്ടുണ്ട്, നല്ല കളറും ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആറി കഴിഞ്ഞിട്ട് നമുക്കതിനെ മുറിച്ച് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം.